കാര്യമായ ലക്ഷ്യവുമില്ല, ലക്ഷ്യബോധവുമില്ല. വിദ്യാഭ്യാസമാണെങ്കിൽ അതും കാര്യമായില്ല. മധ്യപ്രദേശിലെ ഇൻഡോറിലെ 2 യുവാക്കളുടെ കഥയാണിത്. അവരുണ്ടാക്കിയ 150 കോടിയുടെ ചായ ബ്രാൻഡിന്റെയും. അനുഭവ് ദുബൈയും ആനന്ദ് നായിക്കും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത 2 ചെറുപ്പക്കാർ. സിവിൽ സർവീസ് പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന ആലോചനയായി. ഇൻഡോർ നഗരത്തിലൂടെ ബൈക്കിൽ ചുറ്റുമ്പോൾ ചായക്കടകൾ ധാരാളം കണ്ടു. അവയുടെ ചുറ്റും വലിയ ആൾക്കൂട്ടവും. ചായക്കടകളെ ബ്രാൻഡ് ചെയ്യാമെന്ന ചിന്തയായി, അതും യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ. 3 ലക്ഷം രൂപ നിക്ഷേപത്തിൽ ഒരു ലേഡീസ് ഹോസ്റ്റലിന് സമീപം ആദ്യത്തെ ചായക്കട തുറന്നു. പേരിട്ടു ചായ് സുട്ട ബാർ. സുട്ട എന്നാൽ സിഗരറ്റ്, ഒപ്പം ബാറും. എന്നാൽ സിഗരറ്റും മദ്യവും ഇവിടെ കിട്ടില്ല. പലതരത്തിലുള്ള ഒന്നാം തരം ചായ, അതും കുല്ലഡ് എന്ന പരമ്പരാഗത മൺകപ്പിൽ. വില വെറും 10 രൂപ മാത്രം. വൈബ് തേടിയെത്തിയ യുവത ചായ് സുട്ട ബാറിനെ ഹിറ്റാക്കി. ഫ്രാഞ്ചൈസികളിലൂടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് വളർന്നു. ഇന്ന് വിദേശത്തടക്കം 550-ലേറെ ഔട്ട്ലെറ്റുകൾ. കോളേജുകൾക്കും ഹോസ്റ്റലുകൾക്കും സമീപം ഔട്ട്ലെറ്റ് തുടങ്ങുക, വില പരമാവധി കുറയ്ക്കുക, ഒന്നാം തരം വൈബും. ഇതായിരുന്നു അനുഭവിന്റെയും ആനന്ദിന്റെയും ബിസിനസ് സ്ട്രാറ്റജി. 3 ലക്ഷം രൂപയുടെ നിക്ഷേപം 150 കോടിയുടെ ബ്രാൻഡിലേക്ക് വളർത്തിയ വിജയതന്ത്രം.